ഇത് വിമർശിക്കാനും നിരാകരിക്കാനുമുള്ള ഒരാളുടെ സ്വാതന്ത്ര്യത്തെയും ബൈബിൾ ബഹുമാനിക്കുന്നു. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ, ഒരുവൻ ബൈബിളിനെയോ യേശുക്രിസ്തുവിനെയോ അതിൻ്റെ ഉള്ളടക്കങ്ങളെയോ നിരാകരിച്ചു എന്ന് കരുതി അയാളെ വെറുക്കാൻ പഠിപ്പിക്കുന്ന പുസ്തകമല്ല ഇത്. ഒരാൾ യേശുവിനെ നിന്ദിച്ചു, ആക്ഷേപിച്ചു എന്ന് കരുതി അയാളുടെ തലയെറുക്കാൻ പറയുന്ന മാർഗ്ഗമല്ല ഇത്. യേശുവിനെ മാത്രമല്ല, ബൈബിളിനെ കത്തിച്ചു കളഞ്ഞു, അത് ഉള്ളടക്കരഹിതമാണ് എന്ന് വിമർശിച്ചു എന്ന് കരുതി ആ ആളിന് പോലും അർഹിക്കുന്ന ബഹുമാനവും ആദരവും കൊടുത്തുകൊണ്ട് ആശയങ്ങളുടെ തലത്തിൽ ചുട്ട മറുപടി കൊടുക്കാൻ വേണ്ട പ്രാപ്തി തന്റെ ദാസന്മാർക്ക് ദൈവം നൽകിയിട്ടുണ്ട് എന്ന അവബോധത്തിൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡികങ്ങളല്ല, ഞങ്ങളുടെ പോരാട്ടത്തിന്റെ ശൈലി ജഡീകമല്ല. ആയുധമെടുക്കാതെ, ആരെയും കൊല്ലാൻ ആഹ്വാനം ചെയ്യാതെ, ഒരു തുള്ളി ചോര ചിതറാതെ നസ്രായനായ യേശുവിനെ കുറിച്ചുള്ള അജയ്യമായ സുവിശേഷത്തിന്റെ ഘോഷണം വിമർശിക്കുന്നവരെയും സ്വാഗതം ചെയ്യുന്ന വളരെ ഉജ്ജ്വലമായൊരു ചിന്താപദ്ധതിയാണ്. അത് ഞങ്ങൾ ഈ ഗ്രാമത്തോട് ആമുഖമായി തന്നെ ബോധ്യപ്പെടുത്തുന്നു. അതുകൊണ്ട് ഇതതിന്റെ സൗന്ദര്യമാണ് എന്നതാണ് ഒരു സത്യം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഞാനിത് പറയുമ്പോൾ ഒരു വഴിയുടെ സൗന്ദര്യം, ക്രിസ്ത്യാനിറ്റിയുടെ മഹത്വം അതിന് ക്ഷമയിലാണ്, അതിന്റെ പരിശുദ്ധി. അത് അംഗബലം കൊണ്ട് പോലും കാണിക്കേണ്ടല്ല, അത് ശക്തി പ്രകടനമല്ല, സാമ്പത്തികമായ ശക്തി പ്രകടനമോ ആയുധം കൊണ്ടുള്ള ഏറ്റുമുട്ടലോ അധികാരം പ്രയോഗിച്ചുള്ള ഹുങ്കോ ഒന്നുമല്ല. എന്താ അത്? മൂർച്ചയുള്ള ഇരുവായ്ത്തല മൂർച്ചയുള്ള വാളുബന്തി കരുത്തിറക്കാൻ ഓടി വരുന്നവനെ, തുണ്ടമാക്കാൻ ഓടി വരുന്നവനെ, സുവിശേഷ വിരോധിയെ, യേശുവിനെ വിരോധിക്കുന്നവനെ മാറോടടുക്കി പിടിക്കുന്ന അജയ്യമായ സ്നേഹമാണ് സുവിശേഷം. അത് പകയുടെയും വിദ്വേഷത്തിൻ്റെയും മനസ്സൊന്നും കൊണ്ട് സുവിശേഷം പറയാൻ പാടില്ല. എന്ന് വെച്ചാൽ കത്തിക്കരിഞ്ഞ ഗ്രഹാം സ്റ്റീൽസിനെ തൻ്റെ രണ്ട് മക്കളെ ആ പെട്രോൾ ഒഴിച്ച് തീ കത്തിക്കുമ്പോൾ ആ കത്തിച്ച മനുഷ്യനോടും ആദരവ് കാണിക്കുന്നതാണ് സുവിശേഷം, അവനെയും സ്നേഹിക്കുന്നതാണ് സുവിശേഷം. ഛത്തീസ്ഗഡിലെ ക്രൈസ്തവ സ്ഥാപനങ്ങൾ അടിച്ചു തകർത്ത് നൂറ്റാണ്ടുകളായി ദൈവമക്കൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അവരെ ആലയങ്ങളെ മുഴുവൻ നിഷ്പ്രഭമാക്കി പുരോഹിത ശ്രേഷ്ഠന്മാരെയും പാസ്റ്റർമാരെയും ഒക്കെ കഠിനമായി പീഡിപ്പിക്കുമ്പോഴും ക്ഷമയുടെ ആയുധം കയ്യിലെന്തിക്കൊണ്ട് ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സഹനശക്തിയുടെ പേരാണ് സുവിശേഷം. ഹല്ലേലൂയ. ആ സുവിശേഷം പറയാൻ വ്യാപൃതരായ ദൈവമക്കളെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അത് മാത്രമാണ് നമ്മുടെ പ്രസംഗം. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് രാത്രി ഒരിക്കൽ കൂടി യേശുവിനെ ഉയർത്തിക്കൊണ്ട് ഇങ്ങനെ സുവിശേഷത്തിന്റെ സാരാംശം ഘോഷിക്കട്ടെ. മറ്റൊരുത്തരും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം. ഹല്ലേലൂയ. വിട്ട ഒരു പ്രവൃത്തിയെ കുറിച്ച് അടുത്ത കാലത്ത് എനിക്ക് കേൾക്കാനിടയായി. മറ്റാരുടെയല്ല, ക്രൈസ്തവ സമൂഹത്തിൽ തന്നെ ഒരുപറ്റം വിവരം കെട്ട കുറെ കുട്ടികളുടെ ഒരു ചെറിയ കാര്യം പറയുന്നു. ക്ഷമിക്കണം, ഞാൻ ഈ പരസ്യവും നടത്തി വരുന്ന ഒരുപറ്റ ആളുകൾ ഈ മധുരതാങ്കൂറിൽ വന്നു. ട്രിവാൻഡ്രത്തു നിന്ന് വന്ന കുട്ടികളാണ്. ഇവരെ പരസ്യവും നടത്തി നിന്ന് അവിടെ ഒന്ന് പ്രസംഗിക്കാം. വേറെ കുഴപ്പമൊന്നുമില്ല, മദ്യത്തിനെതിരെ മയക്കുമരുന്നിനെതിരെ ഉള്ള സാധാരണ പ്രസംഗമാണ്. ഈ പ്രസംഗം കേട്ട് ഇഷ്ടപ്പെടാത്ത ആരാണ്ട് വന്ന് ശരിക്കും അടിച്ചു, ഇവർക്കിട്ടടിച്ചു. അമ്മാര് നമ്മൾ പ്രതീക്ഷിച്ച പുള്ളികളല്ലായിരുന്നു. അമ്മാർ ഒന്ന് രണ്ടടി കിട്ടി വാങ്ങിയിട്ട് തിരിച്ചടിച്ചു. ഒരു 2-3 അടിയൊക്കെ വാങ്ങിയിട്ട് തിരിച്ചടിച്ചപ്പോൾ ഒരുത്തരോട് പറഞ്ഞ, എടാ വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് നല്ലതെന്ന് ബൈബിളിലുണ്ടെന്ന്. വാക്യം വെച്ചിട്ടാ അടിയെന്ന് പറഞ്ഞാൽ അങ്ങ് പെരുമാറുക. ഞാൻ മനസ്സിലാക്കിയത്, ഈ ചെകിടത്തടിച്ചപ്പോൾ ഇങ്ങേ ഭാഗത്തെ തലയിൽ രോമം കരിഞ്ഞു പോയെന്ന് അടി കൊണ്ടുപോകണ്ട. അത്ര അടി, നല്ല എണ്ണം പറഞ്ഞുള്ള അടി. മനസ്സിലായില്ല? അല്ല ചുമ്മാ ഇപ്പോൾ കുത്തും തോണ്ടുമൊന്നുമല്ല, വാടാ പോടാ ഇതൊന്നുമല്ല. അല്ല, എണ്ണം പറഞ്ഞുള്ള ശാസ്ത്രീയ അടി. അടി തന്നെ ശാസ്ത്രീയവും ഉണ്ട്, അടി തന്നെ ലോക്കലും ഉണ്ട്. മനസ്സിലായില്ലേ? ലോക്കൽ അടി ബഹളമായിരിക്കും, ബഹളം, തെറിവിളി, ഇങ്ങനെയൊക്കെയുള്ള കാര്യമായ പ്രാക്ടിക്കലി കാര്യമായിട്ടൊന്നും അവിടെ നടന്ന് കാണുകയില്ല. എന്നാൽ ശാസ്ത്രീയ അടിക്കകത്ത് ശബ്ദം വരത്തില്ല, ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം കേൾപ്പാനുമില്ലെന്ന നിലയിലാണ് അതിൻ്റെ പെരുമാറ്റം. എന്നാൽ ഇതൊക്കെ കഴിഞ്ഞ് ഇത് കേസായി കൊടുക്കാൻ 2 കുട്ടിയും പോലീസ് പിടിച്ചു. അപ്പോൾ പോലീസ് ഇത് കാര്യങ്ങൾ കേട്ട് വന്നപ്പോൾ മനസ്സിലായി ഇവരെ ഭാഗത്തല്ലല്ലോ കുറ്റം, ഈ ചെറുത്തുനിൽപ്പുണ്ടല്ലോ, സെൽഫ് ഡിഫൻസ്, അങ്ങനെയൊക്കെ പറഞ്ഞു. കൊടുക്കം ഈ ബഹളം വെക്കാൻ പോയ കക്ഷികളോട് പോലീസുകാരൻ ചോദിച്ചു, സബ് ഇൻസ്പെക്ടർ ചോദിച്ചു, അല്ല അവരവിടെ നിന്ന് പ്രസംഗിച്ചതിന് നിങ്ങൾക്ക് എന്താ ചെയ്തും, നിങ്ങളെന്തിനാണ് അതിൻ്റെ ഇടയ്ക്ക് പോയി ബഹളം വെക്കാൻ പോയി, നിങ്ങളെന്തിനാ അവരെ കയറി തല്ലിയേ? അപ്പോൾ അടി നന്നായി കൊണ്ടൊരു മനുഷ്യൻ ഈ ചെവിട് തിരുമ്മിക്കൊണ്ട് പറഞ്ഞെന്നാണ് പറഞ്ഞത്, എൻ്റെ സാറേ പാസ്റ്റർമാരാന്നോർത്താ ഞങ്ങൾ തല്ലിയേ. അല്ല, മനസ്സിലായോ അതിൻ്റെ അർത്ഥം? അങ്ങനെ അബദ്ധം പറ്റരുത് ആർക്കും. അഥവാ ആരെങ്കിലും ഇങ്ങനെ പ്രോഗ്രാം കരുതി വെച്ചിട്ട് ഞങ്ങളുടെ മണ്ടയ്ക്കൊക്കെ പെരുമാറും, ഞങ്ങൾ സാധുക്കളാ. മനസ്സിലായില്ല? തിരിച്ചടിക്കാനില്ല. ഞാനതിലൊരുത്തന്നെ ഫോൺ ചെയ്തിട്ട് ചോദിച്ചു, എന്ത് കൊടുക്കുക ഇതൊക്കെയാണോ? അന്നേരം പറഞ്ഞു, അച്ഛാ അന്നേരത്തെ ഒരു സന്ദർഭത്തിലാണ് അച്ഛനും പെരുമാറി പോകുന്നത്. ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല, ക്രിസ്ത്യാനിറ്റി